ധർമ്മൻ ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ എപ്പിസോഡിലും ചേട്ടൻ ഉണ്ടായിരുന്നു, ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായതപ്പോ അതിലുപരിയായിട്ടുള്ള സന്തോഷാണ്. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ സന്തോഷത്തെക്കാളുപരി എനിക്ക് പോകാൻ ധൃതി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പിന്നെ ഇരുന്നെന്താന്ന് വെച്ചാല് ചെറിയ കാര്യങ്ങളുണ്ട്. ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താ? ആൾക്കാര് കേൾക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ധർമ്മൻ ചേട്ടൻ അങ്ങനെ പറയുന്നത് എന്താ? നമ്മൾ അങ്ങനെ തമാശ പറയുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. ധർമ്മജൻ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മുടെ ഫാമിലി മെമ്പറാണ് ധർമ്മജൻ. ധർമ്മജൻ ഒരു എപ്പിസോഡും കൂടി ഇരിക്കുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും 2-3 എപ്പിസോഡും കൂടി ഇരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഫാമിലി മെമ്പറാണ്, ശരിയാണ്, എല്ലാം ശരിയാണ്. ആ ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വെക്കരുതല്ലോ. ആ കോവിഡ് ടൈമിന് മുറുകി വന്ന ടൈമിന് ഒരു 25,000 രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങോട്ട് തന്നില്ല. പലകൂടി മേടിച്ചിട്ട് പോകാലെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, ധർമ്മജൻ തമാശയായിട്ട് പറയുവാണോ സീരിയസ് ആയിട്ട് പറയുവാണോ? ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. 25,000 രൂപ ഞാൻ മേടിച്ചിട്ട് അതെ, അത് എന്ത് മര്യാദയാ ധർമ്മ? നമ്മളിവിടെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് തമാശ പറയുന്നത് നോക്കാം. ഞാൻ നിന്റെ എപ്പോഴും 25,000 രൂപ മേടിച്ചിട്ട് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സാമ്പത്തിക വിഷു മേടിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. വിഷു പറഞ്ഞിട്ട് കേശവമാമ ഒന്ന് എന്റെ അടുത്ത് മേടിച്ചായിരുന്നു. കേശവമാമ വന്ന് നിങ്ങളുടെ പൈസ മേടിച്ചോ? 25,000 രൂപ പിഷാരടി പറഞ്ഞിട്ടാണ്, അത്യാവശ്യമാണ് തന്നോന്ന് പറഞ്ഞിട്ട് കേശവമാമ വന്നിട്ട് എന്നെ മേടിച്ചിട്ട് ഞാൻ കേശവമാമനെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ടില്ല. നിന്റെ പൈസ മേടിക്കാനും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്വന്തം ആളാണല്ലോ. അതിലൊരു ഉത്തരവാദിത്വം ഇല്ല ധർമ്മ. നീ ചോദിച്ചിട്ട് കൊടുക്കണ്ടേ? ആർക്കെങ്കിലും എടുത്ത് പൈസ ആരെങ്കിലും എടുത്ത് പൈസ കൊടുത്തിട്ട് എന്നെയാണോ? അത് അങ്ങനെയല്ല. കേശവമാമ, മാമ മാമ എന്താ ധർമ്മനെ കണ്ടിട്ടില്ല. എന്നെ കണ്ടിട്ട് ഓടിയത്. ആദ്യം പിഷാരടി വിളിച്ചപ്പോ മര്യാദക്ക് വന്നതാണ്. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പേടിച്ചോടിയല്ലേ. പിന്നെ ഞാനിപ്പോ ശരിക്കും പറഞ്ഞ ഒരു മരിച്ച വീട്ടിൽ നിന്നവനാ. 2 ആത്മാർത്ഥ സുഹൃത്തുക്കള് ഒരു കാര്യമില്ലാതെ ഒരു 25,000 രൂപക്ക് വേണ്ടിയിട്ട് ഇവര് പരസ്പരം ഇടിച്ച് തിരിഞ്ഞ് ഒരു കത്തി എടുത്തിട്ട് കൊടുത്താണ്. അവൻ സ്പോട്ടിൽ മരിച്ചു. അവന്റെ അടക്ക് കഴിഞ്ഞ് വന്ന വഴിയാണേ. വല്ല കാര്യമുണ്ടാ? അപ്പൊ ഒരു അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് പറയണം, ഒരിക്കലും നമ്മളൊരു പൈസ കേസ് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടി തമ്മിൽ തല്ലി ചാകരുത്. ഇതേ സ്കിറ്റ് കളിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഈ മരണത്തിന്റെ കഥ. അമ്മാവൻ ധർമ്മജന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് പോയിട്ട് 25,000 രൂപ മേടിച്ചായിരുന്നോ? മേടിച്ചോ ഇല്ലയോ? സത്യം മേടിച്ചു. ഞാനാ 25,000 രൂപ കോവിഡ് മുറുകി നടന്ന ടൈമിന് പിഷാരടി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിലൊന്ന് മേടിച്ചില്ലേ? അത് പിഷാരടിനോട് അങ്ങനെ മേടിച്ചിരുന്നെങ്കിൽ ഇല്ലില്ല, ഞാനല്ല മേടിച്ചത്. അമ്മാവൻ പോയി മേടിച്ചു. ധർമ്മജൻ ഒരിക്കലും കള്ളം പറയില്ല, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അയ്യോ എന്താ മാമ? അയ്യോ വീടില്ല പൊന്നെ വീടും. ആർട്ടുകാരുടെ ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് ആണിയൊക്കെ ഒന്ന് മടക്കാൻ പറ. എന്തോ ആണി കുത്തിക്കറി ഇവിടെ ശരിയല്ല. മാമ പോയി പിന്നെ മാമോയ് മാമ എന്നേക്കും മാമ. രൂപയ്ക്ക് വേണ്ടിട്ട് എന്നോട് പൈസ ചോദിക്കോടാ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് ഇല്ല. അങ്ങനെ ചോദിക്കണടാ. പൈസ കൊടുത്ത് തിരിച്ചു ചോദിക്കണടാ. എനിക്കെന്താ സംഭവിച്ചത്? ഞാൻ മേടിച്ച പൈസ തിരിച്ചു തന്നേക്കാം. അങ്ങനെ എന്നോട് ഞാൻ ഒരു കുഴപ്പം പറയില്ല. പൈസ കയ്യിലുള്ളത് എടുത്ത് തന്നിട്ട് അത് തിരിച്ചു ചോദിക്കടാ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, എനിക്കത് അറിയാണ്ട് പറ്റിപ്പോതാണ്. മേടിച്ച പൈസ ഞാൻ തിരിച്ചു തരില്ല. എന്റെ ജീവനുണ്ടെങ്കിൽ മേടിക്കണം. അണ്ടങ്കാക്ക കൊണ്ടക്കാരി രണ്ടക അച്ച് വെല്ല തൊണ്ടക്കാരി രണ്ടക അയ്യാറെട്ട് പല്ലക്കാരി. ഞങ്ങളെ കുറേ തവണ ഇറങ്ങിയപ്പോഴും കണ്ടു, ടിവിയിലും കണ്ടു, മിമിക്രി ഷോകളിലും കണ്ടു, ഒരുപാട് തവണ കണ്ടർലൈറ്റായി പോയി. പൈസ മേടിച്ചത് തിരിച്ചു തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കേട്ടല്ലോടാ, എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞേക്കാം, തിരിച്ചു തരാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമ്പോ തന്നാ മതി, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ പൈസക്ക് ഒരു ആവശ്യമില്ല. നിങ്ങൾ എപ്പോന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ പൈസ തന്നില്ലെങ്കിൽ അമ്മാവനെ ഇവിടുന്ന് ഞാൻ
25,000 രൂപ. എന്റെ സ്വഭാവം അമ്മ നിർത്ത് മതി. എന്താ ഏട്ടാ നിർത്താൻ പറഞ്ഞേ? അല്ല 25,000 രൂപയല്ലേ എനിക്ക് തരാനുള്ളത്. അതെ. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്താ? MGR പാത്രക്ക്, കമല പാത്രക്ക്, രജനിയ പാത്രക്ക്, ഷെഫിയ പാത്രക്ക് ഇതിന് ഓവർ ആക്ടിങ്. ഒരു 25,000 രൂപ ഉണ്ട്, ഞാൻ പാത്രേ ഇല്ല. എനിക്ക് ആ പൈസ വേണ്ട.